ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ചാപ്റ്റർ ആണ്. ഇതിന്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ എക്സസൈസ് ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി 1, ഗസ്സിംഗ് ഗെയിം. ചൂസ് സം വേർഡ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഈ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും കുറച്ച് വേർഡ്സ് ചൂസ് ചെയ്തിട്ട് അത് നിങ്ങൾ ആക്ട് ചെയ്യണം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. നിങ്ങളുടെ ആക്ഷൻ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് അത് ഏത് വേർഡാണെന്ന് ഗസ് ചെയ്യണം. ഇഫ് യുവർ ഫ്രണ്ട് ക്യാൻ ഗസ് ദ വേർഡ്, ദേ വിൽ ബി ദ വിന്നേഴ്സ്. അവർ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അവരായിരിക്കും വിന്നേഴ്സ്. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്, യു വിൽ ബി ദ വിന്നർ. അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളായിരിക്കും വിന്നേഴ്സ്. അവര് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി തെറ്റായിട്ടൊന്നും ആക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഹാപ്പി, ലവ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഹെസിറ്റന്റ് അങ്ങനത്തെ വേർഡൊക്കെ എടുത്തിട്ട് ആ ഒരു മീനിങ് വരുന്നത് പോലെ ആക്ട് ചെയ്ത് കാണിക്കുക. ആക്ടിവിറ്റി 2. You have enjoyed reading the story, haven't you? In the story, Chester Raccoon experiences different feelings. Some of his feelings are given below in column A. Match them with the suitable emoji given in the column B. ചെസ്റ്റർ റക്കൂണിന്റെ പല ഫീലിങ്സും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഇമോജിയുമായിട്ട് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. ന്യൂ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും അല്ലേ? ഇവിടെ ഹാപ്പി ഇമോജി ഇതാണ്. സോ ഫ്രണ്ട്സിന് കിട്ടുമ്പോൾ ഈ ഇമോജി. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പേടി എങ്ങനെയാണ് അത് കാണിക്കുക? ഇതായിരിക്കാം. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ അവനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ അവൻ ആകെ സാഡ് ആവും അല്ലേ? വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ കിസ് കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും? അവൻ ഭയങ്കര സ്നേഹം ഫീൽ ചെയ്യും, ലവ് ആൻഡ് ഹാപ്പി. Activity 3. Create imprints of the kissing hand by tracing your hands on a piece of paper. നിങ്ങളുടെ കൈ ഒരു പേപ്പറിൽ വെച്ചിട്ട് നിങ്ങളുടെ കൈയുടെ സൈഡിലൂടെ വരച്ചിട്ട് കൈന് ട്രേസ് ചെയ്യുക. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലോവ്ഡ് വൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി ഒരു നല്ല മെസ്സേജ് അതിലെഴുതുക. കളർ ഓർ പെയിന്റ് ടു മേക്ക് ദ മോർ അട്രാക്റ്റീവ്. അതിനെ നന്നായിട്ട് കളറൊക്കെ ചെയ്ത് ഭംഗിയാക്കുക. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഒരു എക്സിബിഷൻ നടത്തുക. അപ്പോൾ എല്ലാവരുടെ കിസ്സിംഗ് ഹാൻഡിന്റെ ഇംപ്രിൻസും ഉണ്ടാകും. അതൊക്കെ തൂക്കിയിട്ടിട്ട് ഓരോ ആളുകളും എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ കയ്യിൽ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, മോം ലവ് യു ഡിയർ. ഇനി അതല്ലെങ്കിൽ ഡാഡ് ലവ് യു ഡിയർ. ഇനി ബ്രദറോ സിസ്റ്ററോ അവരൊക്കെ നിങ്ങൾക്കുള്ള സ്നേഹം എങ്ങനെയാണ് തരുന്നതെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ കിസ്സിംഗ് ഹാൻഡ് നിങ്ങൾക്ക് എഴുതാം. ആക്ടിവിറ്റി 4. Some events from the story are given below in a jumbled way. കഥയിൽ നടന്ന പല കാര്യങ്ങളും ഇവിടെ ഓർഡറിലല്ലാതെ എഴുതിയിട്ടുണ്ട്. You may arrange them properly and write them down in the space provided. ഇവിടെ ഇതിനെയൊക്കെ ഓർഡറിലാക്കിയിട്ട് മാറ്റി എഴുതണം. ആദ്യം നമുക്ക് നോക്കാം. Miss Raccoon said she would share a wonderful secret. Chester took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. Chester danced his way to school as his mother watched. Miss Raccoon kissed Chester in the middle of his palm. ഇതിൽ ഏതാ ഫസ്റ്റ്? ഒന്നാമത്തേത്. Chester told his mother that he did not want to go to school. എനിക്ക് സ്കൂളിൽ പോകണ്ട എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോ എന്ത് സംഭവിച്ചു? മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അമ്മ റക്കൂൺ പറഞ്ഞു അമ്മ അവനോട് ഒരു വണ്ടർഫുൾ സീക്രട്ട് ഷെയർ ചെയ്യാം. അതാണ് രണ്ടാമത്തത്. അതിനുശേഷമോ, മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അവന്റെ ഉള്ളം കയ്യിൽ അമ്മ ഒരു ഉമ്മ കൊടുത്തു. അതാണ് മൂന്നാമത്തത്. ഇനി ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹർ പാം. അമ്മയ്ക്കും അവൻ ഉമ്മ കൊടുത്തു. അതാണ് നാലാമത്തത്.
Chester danced his way to school as his mother watched. അവൻ തുള്ളിച്ചാടിക്കൊണ്ട് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയി. ലാസ്റ്റ് പോയിന്റ് അല്ലേ? അപ്പോൾ ഈ ഓർഡറിൽ ഈ ഒരു സ്പേസിൽ നിങ്ങൾ മാറ്റി എഴുതണം. ആദ്യം തന്നെ ഈ സെന്റൻസ് എഴുതുക, അതിനുശേഷം രണ്ടാമത്തെ സെന്റൻസ് എഴുതുക, അങ്ങനെ. Activity 5. Chester Raccoon doesn't want to go to school. His mother compels him. Here is a part of conversation that take place between them. Complete the conversation and role play it. ചെസ്റ്റർ റക്കൂണിന് സ്കൂളിൽ പോവണ്ടെന്ന് പറഞ്ഞു. അമ്മ അവനെ സ്കൂളിൽ പോവാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അവര് തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ എഴുതണം. അത് ഇവിടെ തുടങ്ങിയിട്ടിട്ടുണ്ട്. ആദ്യം മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മേ, എനിക്ക് സ്കൂളിൽ പോകണ്ട. ഇതിന്റെ ബാക്കി സെന്റൻസസ് എങ്ങനെയായിരിക്കും എന്നൊന്ന് ഊഹിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി തന്നെ എഴുതണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ചെസ്റ്റർ, മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പൊ അമ്മ എന്തായിരിക്കും പറയാ? ഡോണ്ട് വെറി ചെസ്റ്റർ, സ്കൂൾ ഇസ് എ നൈസ് പ്ലേസ്. സ്കൂൾ ഒരു നല്ല സ്ഥലമാണ്. ചെസ്റ്റർ, ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കണം. മദർ, ഐ നോ, ബട്ട് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. നിനക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പുതിയ കൂട്ടുകാരെ കിട്ടും. ചെസ്റ്റർ, ഐ ആം എഫ്രൈഡ് ടു ഗോ അലോൺ. എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണ്. മദർ, ഐ ഹാവ് എ വണ്ടർഫുൾ സീക്രട്ട് ഫോർ യു. നിന്നോട് പറയാൻ എൻ്റെ അടുത്തൊരു വണ്ടർഫുൾ സീക്രട്ട് ഉണ്ട്. ചെസ്റ്റർ, വാട്ട് ഈസ് ദ സീക്രട്ട് മാ? അതെന്താ സീക്രട്ട് ആണ് അമ്മേ? മദർ, ഐ വിൽ ഗിവ് യു എ കിസ്സിംഗ് ഹാൻഡ്. Whenever you feel lonely, press your hand to your cheek and remember that my love is always with you. നിനക്ക് ഞാനൊരു കിസ്സിംഗ് ഹാൻഡ് തരാം. എപ്പോഴെങ്കിലും നീ ഒറ്റയ്ക്കായി തോന്നുമ്പോ ആ ഹാൻഡ് നിന്റെ മുഖത്തോട് അമർത്തി വെക്കുക. റിമെമ്പർ, എന്റെ സ്നേഹം നിന്റെ കൂടെ എപ്പോഴുമുണ്ട്. ചെസ്റ്റർ, താങ്ക് യു മാ. നൗ ഐ ആം റെഡി ടു ഗോ ടു സ്കൂൾ. മദർ, ദാറ്റ്സ് മൈ ബ്രേവ് ലിറ്റിൽ ചെസ്റ്റർ. ഹാവ് എ വണ്ടർഫുൾ ഡേ അറ്റ് സ്കൂൾ. വണ്ടർഫുൾ ഡേ അല്ല അല്ലേ, നൈറ്റ് ആണ്. വണ്ടർഫുൾ നൈറ്റ് അറ്റ് സ്കൂൾ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. Activity 6. Chester and his mother visit the office of the school. Chester looks around. Here is what he sees. Describe it. ചെസ്റ്ററും അവന്റെ അമ്മയും സ്കൂളിന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ചെസ്റ്റർ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? സ്വന്തമായിട്ട് എഴുതി നോക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Chester and his mother are standing inside headmaster's office at ABC school. ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അവർ രണ്ടുപേരും എവിടെയാണുള്ളത്? ABC സ്കൂളിലുള്ള ഹെഡ് മാസ്റ്ററിന്റെ ഓഫീസിലാണ്. The principal is sitting at a desk and talking to Chester and his mother. പ്രിൻസിപ്പൽ എന്താ ചെയ്യുന്നത്? He is sitting at a desk and talking to Chester and mother. A teacher is standing beside the desk. പ്രിൻസിപ്പലിന്റെ ഡെസ്കിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട്. അത് കൂടാതെ 2 സ്റ്റാഫ് മെമ്പേഴ്സ്, 2 സ്റ്റാഫ് മെമ്പേഴ്സ് ആർ വർക്കിംഗ് അറ്റ് അനദർ ടേബിൾ. വേറൊരു ടേബിളിൽ ഇരുന്ന് 2 സ്റ്റാഫ് മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺ ദ വാൾ, ഇനി നമുക്ക് വാളിലേക്കൊക്കെ നോക്കാം. എന്തൊക്കെയുണ്ട്? there is a clock. സ്കൂൾ നെയിം ബോർഡ്, അതിന്റെ മുകളിൽ ഒരു സ്കൂൾ നെയിം ബോർഡ് ഉണ്ട്. ആൻഡ് a calendar, ഇവിടെ ഒരു കലണ്ടറും ഉണ്ട്. there is also a ceiling fan, a waste basket and a floor mat in the room. ഈ റൂമിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട്? മുകളിൽ ഒരു സീലിംഗ് ഫാൻ ഉണ്ട്, താഴെ ഒരു വേസ്റ്റ് ബാസ്കറ്റ്, അതുപോലെ ഒരു ഫ്ലോർ മാറ്റും ഉണ്ട്. ദ ഓഫീസ് ഇസ് ക്ലീൻ ആൻഡ് വെൽക്കമിങ്. ഓഫീസ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമാണ്. ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്? ഓരോന്നും സിമ്പിൾ ആയിട്ട് ഇതുപോലെ എഴുതുക. Activity 7. Chester come to the class and sits on the front bench. ചെസ്റ്റർ ക്ലാസ്സിൽ വന്ന് ഒന്നാമത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. His teacher comes and introduces herself.
ടീച്ചർ വന്ന് ടീച്ചറിനെ സ്വയം പരിചയപ്പെടുത്തി. ഷീ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദെംസെൽവ്സ്. ടീച്ചർ കുട്ടികളോട് ഓരോരുത്തരോടായി അവരവരെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. Chester stands up and introduces himself. Here is his self-introduction. അപ്പോ ചെസ്റ്റർ തന്നെ തന്റെ ക്ലാസ്സിന് പരിചയപ്പെടുത്തുകയാണ്. അവന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അവനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ചെസ്റ്റർ പറയുന്നത്? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ഞാൻ ചെസ്റ്റർ റക്കൂൺ ആണ്. ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. My father is Mr. Raccoon. My mother is Chesla Raccoon. I love my parents. I like running, jumping and playing. ചെസ്റ്റർ റക്കൂണിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമുള്ളതെന്നും അതുപോലെ ഫൈനലി ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ എന്നും പറഞ്ഞ് അവൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. Now introduce yourself to the class. How will you introduce yourself? You may write in the space provided. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളെ പറ്റി ആലോചിച്ച് നോക്കൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേര് ദീപക് എന്നാണെന്ന് വിചാരിക്കുക. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ദീപക്. ഐ ആം കമ്മിങ് ഫ്രം. നിങ്ങളുടെ വീട് എവിടെയാണ്? ആ സ്ഥലം പറയാ. മൈ ഫാദർ ഇസ്. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ്? അത് പറയാ. മൈ മദർ ഇസ്. നിങ്ങളുടെ അമ്മയുടെ പേരും. ഇത് ഓരോ വരിയായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം അത് പറഞ്ഞു നോക്കുക. പിന്നെ അത് ക്ലാസ്സിൽ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ പറയാൻ ശ്രമിക്കുക. When Chester and his mother reached school, they happened to see a notice board. Let's read the notice. ചെസ്റ്ററും അമ്മയും സ്കൂളിൽ എത്തിയപ്പോൾ അവിടെയുള്ള നോട്ടീസ് ബോർഡ് ശ്രദ്ധിച്ചു. നോട്ടീസ് ബോർഡിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. ക്ലാസ് എന്നും അറ്റൻഡ് ചെയ്യുക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കുക. കംപ്ലീറ്റ് ദ അസൈൻമെന്റ്സ് ഇൻ ടൈം. എന്തെങ്കിലും അസൈൻമെന്റ്സും വർക്കും ഒക്കെ തന്നാൽ അത് കൃത്യസമയത്ത് ചെയ്തു തീർക്കുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. സ്കൂളിൽ കൃത്യസമയത്ത് എത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ. സ്കൂള് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനി ഡോൺസ്. ഇവിടെ ഡൂസ് ആൻഡ് ഡോൺസ് ആണ് എഴുതിയിരിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡൂസ്, ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ഡോൺസ്. എന്തൊക്കെയാ ഡോൺസ്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. രാവിലെയുള്ള മോർണിംഗ് അസംബ്ലി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിനുവേണ്ടി ലേറ്റ് ആയിട്ട് വരാനും പാടില്ല. ഇനി വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ വെറുതെ ഇരിക്കാനും പാടില്ല. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. ക്ലാസ്സിലേക്ക് മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. മോശമായ ഭാഷ ക്ലാസ്സിൽ ഉപയോഗിക്കരുത്, വാക്കുകളും. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിലുള്ള പ്രോപ്പർട്ടീസ് ഒന്നും, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ മറ്റ് കാര്യങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമൈസസ്. സ്കൂളിന്റെ പരിസരം ഒന്നും വേസ്റ്റ് ഒന്നും ഇട്ട് വൃത്തികേടാക്കാനും പാടില്ല. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഇസ് ഓൺ ലീവ്. നിങ്ങളുടെ ഒരു ടീച്ചർ ലീവ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നില്ല, ആ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ക്ലാസ്സിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളതിനെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. ഇവിടെ ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. ഡൂസിൽ എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ഡോൺസിലോ ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. മറ്റ് ക്ലാസ്സുകളെ ബുദ്ധിമുട്ടിക്കരുത്. ഇനി എന്തൊക്കെ എഴുതാം? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡൂസിൽ സിറ്റ് ക്വയറ്റ്ലി ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ സൈലന്റ് ആയിട്ട് ഇരിക്കണം. ഇനിയോ കംപ്ലീറ്റ് യുവർ ക്ലാസ് വർക്ക്. എന്തെങ്കിലും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. ഹെൽപ്പ് യുവർ ക്ലാസ്മേറ്റ്സ്. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്യുക. കീപ് ദ ക്ലാസ് റൂം ക്ലീൻ. ക്ലാസ് റൂം ക്ലീൻ ആക്കി വെക്കുക. റെസ്പെക്ട് സ്കൂൾ റൂൾസ്. സ്കൂൾ റൂൾസ് ഒക്കെ റെസ്പെക്ട് ചെയ്ത് ക്ലാസ്സിൽ തന്നെ ഇരിക്കുക. ഇനി ഡോൺസ് ആണെങ്കിലോ, ഡോണ്ട് മേക്ക് അൺനെസസറി നോയ്സ്. ആവശ്യമില്ലാത്ത ശബ്ദമൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഡോണ്ട് റൺ ഇൻസൈഡ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ചുമ്മാ ഓടിക്കളിക്കരുത് ടീച്ചർ ഇല്ല എന്ന് വിചാരിച്ചിട്ട്. ഡോണ്ട് ഫൈറ്റ് വിത്ത് ക്ലാസ്മേറ്റ്സ്. കൂട്ടുകാരുമായിട്ട് അടി കൂടരുത്. ഡോണ്ട് ത്രോ വേസ്റ്റ് ഓൺ ദ ഫ്ലോർ. വേസ്റ്റ് ഒന്നും ഫ്ലോറിലേക്ക് എറിയരുത്. ഡോണ്ട് ഡാമേജ് ക്ലാസ് റൂം പ്രോപ്പർട്ടി. ക്ലാസ് റൂമിലുള്ള ഓരോ സാധനങ്ങളും നശിപ്പിക്കരുത്.
ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഡൂസും ഡോൺസും ഈ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതി ഫില്ല് ചെയ്യുക. ഇതിന്റെ ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ആ വീഡിയോ ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.